ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് എ പ്രോസസ് ദാറ്റ് ഗ്യാരണ്ടീസ് ദാറ്റ് ദ കണ്ടൻറ് ഓഫ് എ മെസ്സേജ് ഹാവ് നോട്ട് ബീൻ ആൾട്ടർഡ് ഇൻ ട്രാൻസ്മിറ്റ്. അതായത് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അൾട്രേഷനൊന്നും നടത്തിയിട്ടില്ല, സെൻഡ് ചെയ്തെന്ന ആൾ അതേ കണ്ടൻറ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്ന് പ്രൂവ് ചെയ്യിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു തേർഡ് പാർട്ടിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നും അതിനകത്തില്ല എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. A digital signature is the mathematical scheme for demonstrating the authenticity of digital document. ഡിജിറ്റൽ ഡോക്യുമെൻറ്റിൻ്റെ ഓതൻറ്റിസിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. ഇതൊരു മാത്തമാറ്റിക്കൽ സ്കീമാണ്. A valid digital signature gives the recipient reason to believe that the message was created by a known sender in a way that they cannot deny sending it and that message was not altered in transit. അതായത് നമുക്ക് കിട്ടുന്ന ആൾക്ക്, റിസീവ് ചെയ്യുന്ന ആൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്ത്, സെൻഡർ നമ്മൾ കരുതിയ നോൺ ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്, അതിനകത്ത് ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ ആരോ ഇൻവോൾവ്മെൻറ്റോ നടത്തിയിട്ടില്ല എന്നൊന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് ബേസിക്കലി എ വേ ടു എൻഷുർ ദാറ്റ് ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ് ലൈക്ക് ഇമെയിൽ, സ്പ്രെഡ്ഷീറ്റ്, ടെക്സ്റ്റ് ഫയൽ എക്സെട്ര ഈസ് ഓതൻറ്റിക്. അതായത് നമുക്ക് കിട്ടുന്ന ഈ ഫയൽ, അത് ഇമെയിൽ ആവട്ടെ, സ്പ്രെഡ്ഷീറ്റ് ആവട്ടെ, ടെക്സ്റ്റ് ഫയൽ ആവട്ടെ, എന്തോ ആവട്ടെ, അത് ഓതൻറ്റിക് ആണ് എന്നും കൂടെ നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓതൻറ്റിക്കേഷൻ മീൻസ് ദാറ്റ് റെസിപ്പിയൻറ്റ് നോസ് ഹൂ ക്രിയേറ്റഡ് ദ ഡോക്യുമെൻറ്റ് ആൻഡ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ ആൾട്ടർഡ് എനി വേ സിൻസ് ദ പേഴ്സൺ ക്രിയേറ്റഡ്. അതായത് ആ പേഴ്സൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തെങ്കിലും അൾട്രേഷൻ വരുത്തിയിട്ടില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓതൻറ്റിക്കേഷൻ മെത്തേഡായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചറിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ റിലേ ഓൺ സർട്ടൈൻ ടൈപ്സ് ഓഫ് എൻക്രിപ്ഷൻ ടു എൻഷ്യൂർ ഓതൻറ്റിക്കേഷൻ. ഇതിനകത്ത് ചില എൻക്രിപ്ഷൻസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട്. എൻക്രിപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഓൾ ഡാറ്റ ദാറ്റ് ഓൺ കമ്പ്യൂട്ടർ ഈസ് സെൻഡിങ് ടു അനദർ ആൻഡ് എൻകോഡിങ് ടു ഫോം ദാറ്റ് ഓൺലി അതർ കമ്പ്യൂട്ടർ വിൽ ബി ഏബിൾ ടു ഡീകോഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ വെച്ചിട്ട് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. എന്നിട്ട് മറ്റേ കമ്പ്യൂട്ടറിൽ എത്തി കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ അൽഗോരിതം യൂസ് ചെയ്തിട്ട് അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓതൻറ്റിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫൈയിങ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് കമ്മിങ് ഫ്രം ട്രസ്റ്റഡ് സോഴ്സ്. ഓതൻറ്റിക്കേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് ട്രസ്റ്റഡ് ആകുന്ന സോഴ്സിൽ തന്നെയാണ് നമുക്ക് ഈ ഡാറ്റ വരുന്നത് എന്ന് കൺഫേം ചെയ്യാനാണ്. ദീസ് ടു പ്രോസസ് വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. ഈ പറഞ്ഞ ഓതൻറ്റിക്കേഷനും ക്രിപ്റ്റോഗ്രഫിയും കൂടെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിനകത്ത് മെയിനായിട്ടുള്ള രണ്ടാളുകൾ. വെൻ എ സെൻഡർ ഡിജിറ്റലി സൈൻ എ ഡോക്യുമെൻറ്റ്, നമ്മുടെ സെൻഡർ എന്ത് ചെയ്യുന്നു, ഡിജിറ്റലി അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഡ്സ് വൺ വേ എൻക്രിപ്ഷൻ ഫോർ ദ ഓഫ് ദ മെസ്സേജ് കണ്ടന്റ് യൂസിങ് എ പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ പെയർ. അതായത് ഒരാൾ ഡിജിറ്റലി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു, എൻക്രിപ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ അത് എൻക്രിപ്ഷനാണ് ചെയ്യുന്നത്, ഒരു ഹാഷ് ഫംഗ്ഷൻ അവർ യൂസ് ചെയ്യും. Recipient client can still read it, but the process creates signature the only server public key can decrypt. അതായത് നമ്മൾ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അൽഗോരിതം ഡീക്രിപ്റ്റ് ചെയ്യാൻ പബ്ലിക് കീ സെർവറിന് മാത്രമേ പറ്റുള്ളൂ. ദ ക്ലയൻറ്റ് യൂസിങ് ദ സെർവേഴ്സ് പബ്ലിക് കീ ക്യാൻ ദെൻ വാലിഡേറ്റ് ദ സെൻഡർ ആസ് വെൽ ആസ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് മെസ്സേജ് കണ്ടന്റ്. അതായത് ഈ ക്ലയൻറ്റ്, അതായത് ഈ റിസീവർ ഈ കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുമോ, ഡീക്രിപ്റ്റ് ചെയ്താൽ അവർക്ക് മെസ്സേജ് കണ്ടൻറ്റും അതേപോലെ എവിടെ നിന്നാണ് ഈ സോഴ്സ് വന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊവൈഡ് ദ ഫോളോയിങ് ബെനിഫിറ്റ്. ചില ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിനകത്ത്. ഒന്ന് ഓതൻറ്റിക്കേഷനാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ഓതൻറ്റിക്കേറ്റ് എ ഡോക്യുമെൻറ്റ് ആൻഡ് വിച്ച് എനാബിൾ ടു ഐഡൻറ്റിഫൈ ദ സെൻഡർ ആൻഡ് സെൻഡർ കനോട്ട് ലേറ്റർ സേ ഡിഡ് ഇൻ സൈൻ ദ ഡോക്യുമെൻറ്റ്. ഡിജിറ്റൽ സിഗ്നേച്ചർ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓതൻറ്റിക്കേഷനാണ്. അത് വെച്ചിട്ട് നമുക്ക് ആരാണ് സെൻഡർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെൻഡറിന് പിന്നീട് പറയാൻ പറ്റില്ല, ഞാനാണ് ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്തതെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും ഓതൻറ്റിക്കേഷൻ പ്രൂവ് ചെയ്യുന്ന ഒന്നാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. നെക്സ്റ്റ്, നോൺ റെപ്യൂഡിയേഷൻ. Signing take place through a series of steps and all tracks all of these steps. This eliminates the possibility of signer suggesting he made a mistake in signing or never clicked a button. അതായത് ഇത് ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഈ സെൻറ്റർക്ക് പിന്നീട് പറയാൻ പറ്റില്ല ഞാനത് സൈൻ ചെയ്തിട്ടില്ല, അവിടെ മിസ്റ്റേക്ക് വന്നതാണെന്നോ അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മിസ്റ്റേക്ക് വന്നതെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് സ്റ്റെപ്പുകളായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഒരിക്കലും മിസ്റ്റേക്ക് ഒറ്റ പ്രാവശ്യമേ വരുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയും പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, ഇൻറ്റഗ്രിറ്റിയാണ്. ഡോക്യുമെൻറ്റ് സൈൻ വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ അലർട്ട് ദ റീഡർ ഇൻ റിയൽ ടൈം ഇഫ് എനിത്തിങ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ഓർ ഇഫ് ദർ ഈസ് എനി റീസൺ നോട്ട് ടു ട്രസ്റ്റ് ദ ഡോക്യുമെൻറ്റ്. അതായത് പിന്നെ ഇതിനകത്തുള്ള ഒരു ബെനിഫിറ്റാണ് ഇൻറ്റഗ്രിറ്റിയാണ്. ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ, സൈൻഡ് ആണെങ്കിൽ അത് അലേർട്ട് ചെയ്യുന്നത് എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു
അതായത് ഇത് ഡിജിറ്റലി സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റ് അല്ല എന്നാണ് ഇതിൻ്റെ ഒരു ഇൻഡെക്റ്റീവ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷേ ഡിജിറ്റലി സൈൻഡ് ആണെങ്കിൽ ട്രസ്റ്റഡ് ആണ്, കാരണം സെൻഡർ നോൺ ആണ്, അതിനകത്തുള്ള കണ്ടൻറ്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നേച്ചർ ആൻഡ് ദ ലോ. സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നിടത്ത് എന്താണ് നമ്മളുടെ ഗവൺമെൻറ് എന്ത് ലോ ആണ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നോക്കുന്നത്. ദ ട്രഡീഷണൽ സിഗ്നേച്ചർ ആർ ഹാൻഡ് റിട്ടൺ ആൻഡ് ആർ യുണീക്ലി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വൺസ് ഐഡൻറ്റിറ്റി. നമുക്കറിയാം ട്രഡീഷണൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചെയ്യുന്നതാണ്, മാനുവലി ചെയ്യുന്നതാണ്, അതൊരാളുടെ ഐഡൻറ്റിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ദി യൂസ് ഓഫ് സിഗ്നേച്ചർ ഈസ് മാൻഡേറ്ററി in law in certain cases and hold an important legal position in the document as it signify two things. അതായത് നമ്മുടെ യൂസ് ഓഫ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ രണ്ട് തിങ്സാണ് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ദ ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ ആൻഡ് ഇറ്റ്സ് ഇൻറ്റൻറ്റ് ടു ഇറ്റ്. അതായത് ഒന്നതിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, പിന്നെ ഒന്നത് ഇൻറ്റൻറ്റ് ചെയ്യുന്നതുമാണ്. ദ സിഗ്നേച്ചർ ഓഫ് വൺസ് ഐഡൻറ്റിറ്റി ഓൺ എ ഡോക്യുമെൻറ്റ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻ കേസ് ഇലിറ്ററേറ്റ് പേഴ്സൺസ് ഈസ് ഫിംഗർ പ്രിൻറ്റ് ഈസ് കൺസിഡർ ആസ് ഈസ് സിഗ്നേച്ചർ. അതായത് അത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സൈൻ ചെയ്യാത്ത ആളുകളൊക്കെ ആകുമ്പോൾ അവരുടെ ഫിംഗർ പ്രിൻ്റാണ് നമ്മളോട് സിഗ്നേച്ചറായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ ഈസ് പ്രോൺ ടു ഫോർജറി ആൻഡ് ടാമ്പറിംഗ് ആൻഡ് ഇൻസഫിഷ്യൻറ്റ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആൻഡ് കോൺട്രാക്ട്സ്. ദ ഓൺലൈൻ ട്രാൻസാക്ഷൻ റിക്വയർ യുണീക്ക് ആൻഡ് സ്ട്രോങ് പ്രൊട്ടക്ഷൻ വിച്ച് ഈസ് സെർവ്ഡ് ബൈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അപ്പോൾ നമ്മൾ ഇത്തരം ഹാൻഡ് സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഓൺലൈൻ ട്രാൻസാക്ഷനൊന്നും അത്രയും കംഫർട്ടായിട്ടുള്ള ഒരു ലെവലല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഇലക്ട്രോണിക് സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് പ്രൊട്ടക്ഷൻ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അതായത് നമ്മൾ ഇത്തരം ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് 2000 ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരമാണ്. വിച്ച് ഈസ് എൻഹാൻസ്ഡ് വിത്ത് ഹൈബ്രിഡ് കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അൺസിട്രൽ മോഡൽ ലോ ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ 2001 ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ ലോൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ഈ സിഗ്നേച്ചേഴ്സിൻ്റെ കൺസെപ്റ്റ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയി കൊണ്ടുവന്നത്. ദ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഈസ് എ ടെക്നോളജിക്കൽ ന്യൂട്രൽ കൺസെപ്റ്റ് ആൻഡ് ഇൻക്ലൂഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇതിനകത്ത് ഇലക്ട്രോണിക് സിഗ്നേച്ചറിനകത്ത് ഇതൊരു ടെക്നോളജിക്കൽ കൺസെപ്റ്റാണ്, മാത്രമല്ല അതിനകത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇലക്ട്രോണിക്കലി യൂസ് ചെയ്യുന്നുണ്ട്. ദ ഒബ്ജക്റ്റ് ആൻഡ് പർപ്പസ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആർ സിമിലർ ഓഫ് ദാറ്റ് ട്രഡീഷണൽ സിഗ്നേച്ചർ. ഇതിൻ്റെ ഒബ്ജക്റ്റീവും അതേപോലെ പർപ്പസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ സിഗ്നേച്ചറിൻ്റെ പർപ്പസ് എന്താണോ അതുതന്നെയാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചറിനകത്തുള്ളത്. ഇൻ സൈബർ വേൾഡ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എൻഷ്യൂർ ദ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആൻഡ് are authentic and legitimate as electronic signatures are safer and cannot be forged, and it's convenient as the sender himself does not have to present personally at place to contact sign the document. നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ചെയ്യുമ്പോൾ അത് മെയിനായിട്ട് എൻഷുർ ചെയ്യുന്നത് ഓതൻറ്റിക്കേഷനാണ്. നമ്മളത് ഓതൻറ്റിക്കേറ്റ് ആണെന്നാണ് ഫസ്റ്റ് അത് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ സേഫാണ്, സെക്യൂർഡ് ആണ്, അതേപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾ വരെ കൺവീനിയൻ്റ് ആണ്. കാരണം അവർക്ക് ഒരിക്കലും ഒരു പ്ലേസിൽ പോയിട്ടൊന്നും സൈൻ ചെയ്യണ്ടല്ലോ ഡോക്യുമെൻറ്റ്, വീട്ടിൽ നിന്ന് സൈൻ ചെയ്താൽ മതി, എന്നിട്ട് അത് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ക്യാൻ സൈൻ എ കോൺട്രാക്ട് ഇൻ ഇന്ത്യ ആൻഡ് സെൻഡ് ടു എനി പാർട്ട് ഓഫ് വേൾഡ് ടു കംപ്ലീറ്റ് ദ ട്രാൻസാക്ഷൻ. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് സൈൻ ചെയ്ത് കാണാൻ നമുക്ക് വേൾഡിലുള്ള എവിടെ വേണമെങ്കിലും ഈ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. നെക്സ്റ്റ് ലീഗൽ പൊസിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. എന്തൊക്കെയാണ് നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ലീഗൽ പൊസിഷൻസ് വന്നിട്ടുള്ളത് നോക്കാം. ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ഷുവർ ദ ഹോണസ്റ്റി ആൻഡ് ലെജിറ്റിമസി ഓഫ് ദ ഡാറ്റ. ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റൻ്റെ ഹോണസ്റ്റി ലെജിറ്റിമസിക്ക് എത്രത്തോളം ഉണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The introduction of information technology revolutionized the whole world. India is not an exception to it. നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹോൾ വേൾഡായിട്ടാണ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇത്തരം ടെക്നോളജീസൊക്കെ യൂസ് ചെയ്യാം. സെക്ഷൻ 3 ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രൊവൈഡ് ദ ഓതൻറ്റിക്കേഷൻ ഇലക്ട്രോണിക് റെക്കോർഡ്സ്. അതായത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന് സെക്ഷൻ 3 പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് പ്രൊവൈഡ് ദാറ്റ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ക്യാൻ ഓതൻറ്റിക്കേറ്റഡ് ബൈ യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. നമുക്ക് എങ്ങനെയാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളങ്ങനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. ഇത് പ്രിസ്ക്രൈബ് ടെക്നോളജി റിക്വയർമെൻറ്റ്സ് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. അതായത് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ടെക്നോളജി റിക്വയർമെൻറ്റ്സ് ആണ്.
It prescribes the use of any asymmetric crypto system or hash function for authentication of electronic record. എന്നിട്ട് ഇലക്ട്രോണിക് റെക്കോർഡ് എന്ത് ചെയ്യാം, ഹാഷ് ഫംഗ്ഷനോ എന്തെങ്കിലും ക്രിപ്റ്റോ സിസ്റ്റം അൽഗോരിതമൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഓതൻറ്റിക്കേഷൻ ഓഫ് എൻ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് as it ensures that the message has not been tampered or confirmed, creator identity, making it non-repeatable. That is, sender cannot deny its creation. അതായത് ഓതൻറ്റിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെൻഡർ ഒരു പ്രാവശ്യം ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞ് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് വേണ്ടായിരുന്നു എന്ന് തോന്നിയാലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ സെൻഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉള്ളത് കൊണ്ട് ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. The object of an authentication is achieved by the use of asymmetric system and hash function which convert the electronic message into unreadable format and prevent tampering of electronic record. നമ്മൾ ഇതിനകത്ത് ഹാഷ് ഫംഗ്ഷനും അസിമെട്രിക് സിസ്റ്റം ക്രിപ്റ്റോഗ്രഫി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ഒരിക്കലും ടാമ്പർ ചെയ്യാനോ അതിനകത്ത് റെക്കോർഡിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് അൺറീഡബിൾ ആണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കഴിയില്ല. A hash function is the method or scheme used for encrypting and decrypting digital signatures. ഹാഷ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനെ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അത് ആക്സസ് ചെയ്യാനും പറ്റില്ല. ഈ ഹാഷ് ഫംഗ്ഷൻ പ്രൊഡ്യൂസസ് ഹാഷ് വാല്യൂ വിച്ച് ഈസ് നോൺ ആസ് മെസ്സേജ് ഡൈജസ്റ്റ്. അതായത് ഇതിനകത്തൊരു ഹാഷ് വാല്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് മെസ്സേജ് ഡൈജസ്റ്റ്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഷുറിങ് ദാറ്റ് ദ മെസ്സേജ് ഹാസ് നോട്ട് ബീൻ ടാമ്പേർഡ് ആൻഡ് ഇൻഫർമേഷൻ സേഫ് ആൻഡ് സെക്യൂർ. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇൻഫർമേഷൻ സേഫാണ്, സെക്യൂർഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സെക്ഷൻ 4 മേഡ് ദ പ്രൊവിഷൻ ഫോർ ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. അതേപോലെ തന്നെ സെക്ഷൻ 3 പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ 4ഉം ലീഗൽ റെക്കഗ്നിഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. Where any law provides that information or any other matter shall be in writing, typewritten or printed form is not withstanding anything contained in such law, given requirement shall be deemed to have been satisfied if such information matter is rendered or made available in electronic form and accessible to as usable for subsequent reference. അതായത് സെക്ഷൻ 4നകത്ത് പറയുന്നത് നമുക്ക് ഇലക്ട്രോണിക് ഫോമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതൊരു പക്ഷേ പ്രിൻറ്റഡ് ഫോം ആവാം, അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ആവാം, അല്ലെങ്കിൽ അത് ഓൾറെഡി റൈറ്റൺ ചെയ്തിട്ടുള്ള ഫോമിലാവാം. എനിവേ ഇലക്ട്രോണിക്കലിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റലിയാണ് സെൻഡ് ചെയ്യുന്നത്. പിന്നെ സെക്ഷൻ 5 പറയുന്നതോ ലീഗൽ റെക്കഗ്നീഷൻ ഓർ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ്. എന്ത് ലീഗൽ റെക്കഗ്നീഷനാണ് പറയുന്നത് നോക്കാം. വെർ ലോ പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ any other matter shall be authenticated by affixing the signature, or any document should be signed or bear the signature of any person then. Notwithstanding anything contained in such law, such requirement shall be deemed to have been satisfied if such information or matter authenticated by means affixed in such manner as they prescribed by the central government. സെക്ഷൻ 5 പറയുന്നത് നമ്മളത് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുത്തിട്ടില്ല എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പിന്നെ അഫിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാനുള്ള പെർമിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെക്ഷൻ 5 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം അഫിക്സഡ് ആയിട്ടുള്ള മാനേഴ്സ് നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അഫിക്സ് ചെയ്യാം ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്നാണ് സെക്ഷൻ 5 കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ വോയിസ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടു കേട്ടോ. ഓക്കെ, താങ്ക് യു.